ദേവസ്വം ബോർഡിന് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി സർക്കാർ ഉത്തരവിറക്കി. ദേവസ്വം ബോർഡിന് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപിക നിയമനങ്ങളിലാണ് സംവരണം നടപ്പാക്കുക. ഇതോടെ ദേവസ്വം ബോർഡിന് കീഴിലെ സ്കൂളുകളിലും കോളേജുകളിലും PSC രീതിയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കും. മീഡിയ 1 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കാൻ ദേവസ്വം ബോർഡുകളെ ചുമതലപ്പെടുത്തി ദേവസ്വം വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ സ്കൂൾ കോളേജുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ സംവരണം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ഉത്തരവ്. PSC നിയമനങ്ങളിലേതുപോലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്കും മുന്നാക്കക്കാരിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണം ലഭിക്കും. 7 കോളേജുകളും 24 സ്കൂളുകളുമാണ് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ളത്. സർക്കാർ സ്ഥാപനങ്ങളെപ്പോലെ പരിഗണിക്കാവുന്ന ഈ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പിന്നാക്ക വിഭാഗങ്ങൾ പ്രക്ഷോഭത്തിലാണ്. CPO അനുകൂല സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതി ഉൾപ്പെടെ പിന്നാക്ക സംഘടനകൾ നിരവധി സമരങ്ങളും നടത്തി. നിരവധി പിന്നാക്ക വിഭാഗ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിനിടെയാണ് പൊടുന്നനെ സർക്കാർ സംവരണം നടപ്പിലാക്കി ഉത്തരവിറക്കിയത്. ഉത്തരവിറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 22-ന് ദേവസ്വം ബോർഡുകളുടെ സംയുക്ത യോഗം ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ വിളിച്ചു ചേർത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുണ്ടെങ്കിലും പിന്നാക്ക വിഭാഗങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഫലം കണ്ടിരിക്കുന്നത്. എയ്ഡഡ് മേഖലയിലെ സംവരണത്തിലേക്കുള്ള തുടക്കമായാണ് പിന്നാക്ക വിഭാഗങ്ങളും സംഘടനകളും പുതിയ തീരുമാനത്തെ കാണുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.